ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലക്ക് നേരത്തെ തന്നെ ഇൻ്റലിജൻസിന് പിന്നെ മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പല ചലനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അതിലൊരു ജാഗ്രത കാണിച്ചില്ല. അല്ല, ജാഗ്രത കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ചുറ്റും ആളുണ്ടാവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലല്ലോ. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ആ ഓപ്പറേഷൻ എങ്ങനെയാണ്? സുരക്ഷാ ഭടന്മാരെ കൊണ്ട് തന്നെ കൃത്യം ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ആസൂത്രകർ തീരുമാനിച്ചല്ലോ. അതേപോലെ തിരുവോണ ദിവസം വീട്ടിലുണ്ടാവും, കയറി അറ്റാക്ക് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒരു നിമിഷങ്ങളുടെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ ഒരാളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ. അല്ല, ഏറ്റവും ഒരു മുൻ മാതൃകയുണ്ടല്ലോ ഇപ്പോൾ 94 ഒരു റിപ്പബ്ലിക് ദിനത്തിലല്ലേ സുധീഷിനെ ഇത്. തീർച്ചയായിട്ടും അതിന് സമാനമായത്. അതായത് ഇത് റിപ്പബ്ലിക് ദിന പുലരി പട്ടാപ്പകൽ. അതെ, അത് രാത്രിയാണ്. ഇത് പട്ടാപ്പകലാണ്. അപ്പോൾ രാത്രി അദ്ദേഹം വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തി വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ടല്ലേ ആ നിഷ്ഠൂരമായിട്ടുള്ള കൃത്യം ചെയ്തത്. ഏതാണ്ട് അതേ മാതൃകയാണ് ഇവിടെ. ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാണ്. കാരണം ഈ നട്ടലിന്, എന്നോട് ഡോക്ടർമാർ പിന്നീട് പറഞ്ഞു, നട്ടലിനേറ്റ ക്ഷതമുണ്ടല്ലോ, ആ ക്ഷതം കുറച്ചും കൂടി ആഴത്തിൽ പോയാൽ ഈ 2 കാലുകളും നിശ്ചലമാവും. പിന്നെ വിരൽ പിന്നെ തുന്നിച്ചേർക്കാൻ പറ്റിയില്ലല്ലോ. വിരൽ അന്നേരത്ത് കണ്ടിട്ടില്ല, രക്തത്തിൽ കുളിച്ചതായിരുന്നു. അപ്പോൾ ഞാനീ ബോംബെറിഞ്ഞിട്ടാണ് അവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ ബോംബിൻ്റെ പുക, അപ്പോൾ എന്നിട്ട് ശ്വസനത്തിന് വല്ലാത്ത പ്രയാസം നേരിട്ടപ്പോൾ ഈ ചോര തളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണല്ലോ ഈ റൂം. അതായത് പഴയ കാവിയും ഭയങ്കര പിന്നെ സ്മൂത്താവും. അപ്പോൾ വഴുക്കലിച്ച് വീണ് പോയി. വീണ്ടും എങ്ങനെയെങ്കിലും എഴുന്നേറ്റിട്ട് ഞാൻ പോയിട്ട് ക്ലോസറ്റിൽ ഇരുന്നതാ. അപ്പോൾ അവസരത്തിലാണ് ഇവനെ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ടാണ് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഈ വിരൽ ഇപ്പോൾ സമീപകാലത്താണ് തുന്നിച്ചേർത്ത് തന്നത് സോഷ്യൽ മീഡിയയിലൂടെ. അത് CPM വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു പിന്നെ അഴീക്കോടുകാരനായിട്ടുള്ള ഒരു കേസിലെ പ്രതിയുമായി ചുമലിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ചിത്രം വന്നല്ലോ. അതൊക്കെ മാധ്യമങ്ങളുടെ പണിയാണ്. മാധ്യമങ്ങളെന്ന് മാത്രം പറഞ്ഞുകൂടാ. അല്ല, ഇന്ത്യയിലെ പിന്നിൽ കൃത്യമായിട്ട് സംഘപരിവാർ ആലോചനയുണ്ട് എന്നാണ് ഞാൻ